2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥന ചർച്ചയിൽ ടി സിദ്ദിഖ് സഭയിൽ ശരിക്കും കത്തിക്കയറിയെന്ന് തന്നെ പറയേണ്ടി വരും. പല കാര്യങ്ങളും തെളിവുകൾ സഹിതമാണ് സിദ്ദിഖ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇടയ്ക്ക് പലവട്ടം സ്പീക്കർ ഇടപെട്ട് സംസാരിക്കേണ്ടിയും വന്നിരുന്നു. പിന്നീട് മന്ത്രി ബാലഗോപാലും സിദ്ദിഖിനെ തിരുത്താൻ ഇടപെട്ടിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പെട്ടെന്ന് എഴുന്നേറ്റ് സിദ്ദിഖിനെ പ്രൊട്ടക്ട് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലേക്ക്. ബഹുമാനപ്പെട്ട ശ്രീ ടി സിദ്ദിഖ്, അങ്ങേക്ക് 8 മിനിറ്റ് സംസാരിക്കാം. സർ, ഞാൻ ഈ ഉപധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സർ. സർ, കൊല്ലം അസിസിയ മെഡിക്കൽ കോളേജിൽ MBBS പഠനം പൂർത്തിയാക്കിയ ഒരു അഖീല ഹസൻ എന്ന് പറയുന്നൊരു കുട്ടി മറ്റുള്ള എല്ലാ കുട്ടികളും ഔസറൻസിക്ക് പോകുമ്പോൾ ഈ കുട്ടി ഔസറൻസിക്ക് പോകാൻ പറ്റാതെ ഈ കുട്ടിയെ പുറത്തു നിർത്തിയിരിക്കുകയാണ്. സർ, ഞാൻ ഈ കുട്ടിയുടെ പേരടക്കം പറയാനുള്ള കാരണം, ഈ അഖീല ഹസൻ എന്നുള്ളത് കേവലം ഒരു കുട്ടിയല്ല, കേരളത്തിലെ തീരപ്രദേശത്തുള്ളതായിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ആയിരക്കണക്കിന് കുട്ടികളിൽ ഒരു കുട്ടി മാത്രമാണ്. സർ, എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, വിദ്യാതീരം പദ്ധതിയിൽ ഈ കുട്ടിക്ക് കൊടുക്കേണ്ടതായിരിക്കുന്ന ഫിഷറീസ് ഗ്രാന്റ് സർക്കാർ നൽകാത്തതിൻ്റെ ഒരൊറ്റ കാരണമായി ഈ കുട്ടി അടക്കമുള്ളതായിരിക്കുന്ന കുട്ടികളെ പുറത്തു നിർത്തിയിരിക്കുകയാണ്. സർ, ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മദിനം കടന്നു വരികയാണ് 18-ാം തീയതി. ഉമ്മൻചാണ്ടി സാറാണ് ഈ വിദ്യാതീരം പദ്ധതി കേരളത്തിൽ ആവിഷ്കരിച്ച് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ, അവർക്ക് വളരാൻ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പ്രദാനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടിക്ക് നേതൃത്വം കൊടുത്തത്. സർ, ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ SC, ST, OEC, OBC വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് നൽകാത്തതായിട്ടുള്ള കാര്യം ഉൾപ്പെടെ, ലംസം ഗ്രാന്റ് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന സ്റ്റൈപ്പൻഡ് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ സമാനമായി നമ്മുടെ മുമ്പിലുണ്ട്. സർ, കേരളത്തിൽ കുറഞ്ഞ തുകയുടെ മുദ്രപത്രങ്ങൾ 14 ജില്ലകളിലും ഇന്ന് ലഭ്യമല്ല. സർ, 50 രൂപ മുതൽ 500 രൂപ വരെയുള്ളതായിരിക്കുന്ന മുദ്രപത്രങ്ങൾ ഇന്ന് ഒരു ജില്ലകളിലും ലഭ്യമല്ല. സർ, 1000 രൂപയുടെ മുദ്രപത്രങ്ങൾ അവൈലബിൾ ആണ്, ബാക്കിയുള്ള ഒരു മുദ്രപത്രങ്ങളും ലഭ്യമല്ല. ഇത് സർക്കാരിന്റെ ഭാഗത്ത് ഇന്ന് ബോധപൂർവമായി ഉണ്ടാകുന്ന നടപടിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നഗരസഭയിലേക്കുള്ള വല്ല അനുമതിക്കും 100 രൂപ മതി, വിദേശത്തെ ലോൺ എടുത്ത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോകാൻ 200 രൂപ മതി, സർക്കാരിന്റെ നയമനുസരിച്ച് വാടക കരാറിന് ഇപ്പം വർദ്ധിപ്പിച്ചതുൾപ്പെടെ 500 രൂപ മതി, ഒരു പവർ ഓഫ് അറ്റോർണി ക്രമീകരിക്കാൻ 600 രൂപ മതി. പക്ഷെ സാർ, ഇതിന്റെ ഒരൊറ്റ മുദ്രപത്രം പോലും ലഭ്യമല്ല. 1000 രൂപയുടെ മുദ്രപത്രം ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി മാത്രം സ്വീകരിച്ച് സർക്കാർ ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടാകണം. സർ, ഈ സ്റ്റാമ്പിംഗ് ഇന്ന് നടക്കുന്നില്ല. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളതായ തുകയ്ക്കുള്ള ഈ സ്റ്റാമ്പിംഗ് മാത്രമാണ് സാർ ഇന്ന് നമ്മുടെ ഈ കേരളക്കരയിൽ നടക്കുന്നത്. സർ, ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ നിയോജകമണ്ഡലത്തിലെ മുട്ടിൽ പഞ്ചായത്തിലെ ഒരു എടത്തിൽ കോളനി പോയി. ട്രൈബൽ കോളനിയാണ് സർ, പണിയ വിഭാഗം, ഏറ്റവും ദുർബലരായ പണി വിഭാഗത്തിന്റെ കോളനിയാണ് സർ. ആ പണിയ കോളനിയിൽ ഒരു മരണം, ഒരു സന്തോഷ് എന്ന് പറയുന്ന ഒരു കുട്ടി മരിച്ചപ്പോഴാണ് ഞാൻ പോയത്. സർ, 2022 മുതൽ ആ വീട്ടിലെ ഇലക്ട്രിസിറ്റി കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി ഇവിടെയുണ്ട്. സർ, കണക്ഷൻ പുനഃസ്ഥാപിക്കാനുള്ള പട്ടികവർഗ കുടുംബങ്ങളുടെ എണ്ണം വയനാട് ജില്ലയിൽ മാത്രം 1514 സർ. എന്തിനാണ് സാർ ഈ സർക്കാർ ഭരിക്കുന്നത്? 2 കൊല്ലമായി പാവപ്പെട്ട ആദിവാസി കുടുംബങ്ങളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുക മാത്രമല്ല സാർ, നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഈ ഗ്രാന്റിനത്തിൽ 203 കോടി രൂപ, പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് 14.59, പിന്നോക്ക വിഭാഗങ്ങൾക്ക് 295. സർ, സമാനമായ രീതിയിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടതായ ആളുകളുടെ ആ കാര്യം മാത്രമല്ല, അവരുടെ ഇലക്ട്രിസിറ്റി പണം നൽകാത്തത് കൊണ്ട് അവരുടെ വാട്ടർ സപ്ലൈ കണക്ഷൻ അടക്കം ഈ കേരളക്കരയിൽ വിച്ഛേദിച്ചിരിക്കുകയാണ്. സാർ, അതീവ ഗൗരവതരമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ കടന്നു പോകുന്നത്. സർ, ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഒരു നോട്ടീസ് കൂടെ, റൂൾ 285 അനുസരിച്ച് സർക്കാരിനെതിരായിട്ടുള്ള ഒരു അഴിമതി ആരോപണം ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. സാർ, അതുമായി അതില് ചെയർ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് സബ് ജുഡീസ് ആണെന്നാണ്. കോടതിക്ക് മുമ്പിൽ പെൻഡിങ് കിടക്കുന്നത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇല്ല, ഞങ്ങൾ കൊടുത്തിരുന്നു മിനിസ്റ്റർക്ക്. അപ്പോൾ നാളെ ഉണ്ടല്ലോ, അദ്ദേഹം നാളെ വന്ന് ക്ലാരിഫൈ ചെയ്യുന്നല്ലോ. അപ്പോൾ നാളെ ഉന്നയിക്കാം. അങ്ങനെയെങ്കിൽ അല്ല, 285 പ്രകാരം അദ്ദേഹം തന്നു, ചെയറിന് തന്നിട്ടുണ്ട്. ഞങ്ങൾ ആ കോപ്പി മിനിസ്റ്റർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ബട്ട് ഹി ഈസ് നോട്ട് ഹിയർ. അല്ല, അതെ, അദ്ദേഹം അതുപോലെ തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം സബ് ജുഡീസ് ആണെന്നാണ്. കോടതിക്ക് മുമ്പാകെ കിടക്കുന്ന വിഷയമാണ്. യെസ്.
യെസ് സർ, ഞാനത് ഒന്ന് പറഞ്ഞു ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിലും ഞാൻ നോട്ടീസ് കൊടുത്തു, അങ്ങേക്കും തന്നു സർ. യെസ് സർ, ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യമൊന്ന് സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് സർ. സർ, സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ് നമ്മുടെ കോഴിക്കോട് ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ്. ആ സ്റ്റീൽ കോംപ്ലക്സ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയും സ്റ്റീൽ കോംപ്ലക്സ് ലിമിറ്റഡും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ്. സർ, നാഷണൽ ഹൈവേയുടെ തീരത്തുള്ളതായിരിക്കുന്ന ചേർന്നുകൊണ്ടുള്ള 30 ഏക്കർ ഭൂമിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് സർ. സർ, അതിന്റെ മതിപ്പ് വില 300 കോടിയിൽ പരം രൂപ വില വരും സർ. ആ 300 കോടിയിൽ പരം രൂപ വില വരുന്ന ഈ സ്റ്റീൽ കോംപ്ലക്സിന്റെ ഈ സ്ഥാപനം ഛത്തീസ്ഗഡിലുള്ളതായ ഒരു ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് 30 കോടി രൂപ ചുളി വിലക്ക് കൈമാറിയിരിക്കുകയാണ് സർ. അതീവ ഗൗരവതരമായ ഒരു സാഹചര്യമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ട, നിങ്ങൾ ഇതിനെ പറ്റി അറിയാതെ സംസാരിക്കല്ലോ. ബഹുമാനപ്പെട്ട മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് സർക്കാർ ഈ കാര്യം അറിഞ്ഞില്ല എന്നുള്ളതാണ് സർ. സർ, എന്റെ ഈ വിഷയം പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ബേസിക് ആയിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ആണ് സർ. സർ, ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. സർ, വ്യവസായ വകുപ്പിലെ IAS ഉദ്യോഗസ്ഥയാണ് കമ്പനിയുടെ ചെയർമാൻ. ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥയാണ് ഇതിന്റെ ചെയർമാൻ. ഈ തീരുമാനമെടുക്കുന്നത് മന്ത്രി അറിയാതെയാണോ ഇത് സംഭവിച്ചത്? സർ, കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസിൽ ചെയർമാന്റെ കീഴിൽ ഒരു MD ഉണ്ട്, അത് കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഇവർ രണ്ടുപേരും പ്രവർത്തിച്ചത് സർക്കാർ അറിയാതെയാണോ? സർ, 23/3/23 വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനം പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടത് ഈ സർക്കാർ അറിഞ്ഞിട്ടില്ലേ? സർ, NCLT-യുടെ പാപ്പരത്വ പരിഹാര പ്രക്രിയ ആരംഭിക്കാൻ ഉത്തരവിട്ടതും റെസല്യൂഷൻ പ്രൊഫഷണലി അദ്ദേഹം കേരളിൽ നിന്നും റൂളിംഗ് അല്ലല്ല, ഞാൻ അവിടെ ചോദിച്ചിട്ടാ അല്ലല്ല, അവിടെ ചെയറിനോടാണ് ഞാൻ ചോദിച്ചത്. സ്പീക്കർ പറയട്ടെ. സാർ, അവിടെ ചെയർ റൂളിംഗ് നൽകിയതിന് ശേഷവും അതുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ ഉന്നയിക്കുന്നത് ചെയറിന്റെ റൂളിംഗിന് വിരുദ്ധമാണ്, അത് ശ്രദ്ധിക്കണം. ചെയറിന്റെ റൂളിംഗ് പാലിച്ചു പോകുന്ന ആളാണ്. കയറി വരുന്ന സമയത്ത് അങ്ങ് പറയുന്നത് കേട്ടതേ ഉള്ളൂ. ഞാൻ ഇത് മുഴുവൻ തുടങ്ങിയ സമയത്ത് പറഞ്ഞത് കേട്ടില്ല. ഇത് സബ്ജുഡീസ് ആണ് എന്ന് പറയുന്നു എന്ന് അങ്ങ് പറയുന്നത് കേട്ടു. സർ, സബ്ജുഡീസ് ആയ ഒരു കാര്യം അങ്ങനെ പറയാവുന്നുള്ള ഒന്നാമത്തെ കാര്യം. അതിനേക്കാളും ഉപരി അങ്ങൊരു കാര്യം കൂടി പറഞ്ഞു. മന്ത്രി ഇവിടെ ഇല്ല. അപ്പോൾ മന്ത്രി ഇവിടെ ഇല്ല, നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ സാമാന്യ മര്യാദയ്ക്ക് നാളെ മന്ത്രി ഉണ്ടാവും, അന്നേരം ഇതേ കാര്യം തന്നെ വേണമെങ്കിൽ ഉന്നയിക്കാമല്ലോ. ചേർന്ന് പറഞ്ഞതാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ സാമാന്യമായൊരു മര്യാദ എന്ന് പറയുന്നത് ആ മന്ത്രി ഇവിടെ ഉണ്ടാവും. അദ്ദേഹം ഇവിടെ നിന്ന് പോയിട്ടില്ല. അദ്ദേഹം ഒരു പരിപാടിക്ക് എറണാകുളത്ത് പിന്നെ CM അദ്ദേഹം പങ്കെടുക്കേണ്ട വൈകിട്ടുള്ളത് കൊണ്ട് പോയതാണ്. അപ്പൊ ആ ഒരു കാര്യമുണ്ട്, അതൊരു മര്യാദയുടെ പ്രശ്നമാണ്. അങ്ങ് പറയുന്ന ഒരു റൂളിംഗ് എന്തെങ്കിലും നടത്തി അതിനെയൊന്നും ധിക്കരിച്ച് ഞങ്ങളാരും ഒന്നും ചെയ്യില്ല. സാർ, ഇതൊരു അഴിമതി ആരോപണം റൂൾ 285 അനുസരിച്ചിട്ട് എഴുതി കൊടുത്താണ്. റൂൾ 285 അനുസരിച്ചിട്ട് സ്പീക്കർക്ക് കൊടുക്കണം, ബന്ധപ്പെട്ട മന്ത്രിക്ക് നോട്ടീസ് കൊടുക്കണം. സ്പീക്കർ പറഞ്ഞു മന്ത്രി സ്ഥലത്തില്ല. മന്ത്രി സ്ഥലത്തിലേക്ക് കൂട്ടുത്തരവാദിത്തമുള്ളതല്ലേ? നിങ്ങൾക്ക് ഏതെങ്കിലും മന്ത്രിമാർക്ക് മറുപടി പറയാം, അല്ലെങ്കിൽ നാളെ വന്ന് അദ്ദേഹത്തിന് മറുപടി പറയാം. അദ്ദേഹത്തിന് ഇന്നാണ് അവസരമുള്ളത്, നാളെ അദ്ദേഹത്തിന് ഇത് പറയാനുള്ള അവസരമില്ല. അദ്ദേഹം കോഴിക്കോട് ജില്ലക്കാരൻ കൂടിയാണ്. അദ്ദേഹം ഈ വിഷയം മെൻഷൻ ചെയ്യണം. എന്താ കുഴപ്പം? ഇവിടെ അഴിമതി ആരോപണമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ കേസുകളും കോടതിയിൽ പെൻഡിങ് കേസസുകളാണ്. ബാർ കോഴ കേസ് കോടതിയിൽ പെൻഡിങ് കേസ് ഉള്ളപ്പോഴല്ലേ ഇവിടെ അഴിമതി ആരോപണം ഉന്നയിച്ചത്? there are so many precedents. So എന്റെ somebody has to break that precedence. Someone has to break that precedence. Yes, please. NCLT-യുടെ പാപ്പരത്വ പരിഹാര പ്രക്രിയ ആരംഭിക്കാൻ ഉത്തരവിട്ടതും RPA നിയമിച്ചതും സർക്കാർ അറിഞ്ഞിട്ടല്ലേ? സർ, ഒരു കാര്യം കൂടെ. സർ, ഇതിന് 30/12/2023 കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് റെസൊല്യൂഷൻ പ്ലാൻ 100% വോട്ടോടുകൂടി അംഗീകരിച്ചത് ഈ സർക്കാർ അറിഞ്ഞിട്ടല്ലേ? സർ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ. സർ, സർക്കാരിന് വേണ്ടി 33 കോടി രൂപയുടെ ക്ലെയിം ഉണ്ട്. ആ ക്ലെയിം 22 കോടി രൂപയ്ക്ക് അഡ്മിറ്റ് ചെയ്തു. സർ, അത് സെറ്റിൽ ചെയ്തതോ 33 കോടി രൂപയുടെ ക്ലെയിം
15 ലക്ഷത്തിന് സെറ്റിൽ ചെയ്തു സാർ. സർക്കാരിന്റെ please, പദ്ധതി please, പോയിട്ട്. please. ഇതൊന്നും തന്നെ ഈ സർക്കാർ അറിഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞാൽ സാർ, ഇത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ ശ്രമത്തിന് നടത്തിയ ഇടപെടലായിരുന്നു. പക്ഷേ ചെറുത്തുനിൽപ്പും സമരം മൂലം സർക്കാരിന് അവസാനം ഇപ്പൊ കോടതി NCLT-യിലേക്ക് പോകാനും നിയമ നടപടികളുമായി പോകാനും ഇന്ന് തയ്യാറാകേണ്ടി വന്നു. Yes, അന്ന് yes. NCLT-യിൽ ഇന്നെടുക്കുന്ന ശ്രമം അന്നെടുത്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല. അതീവ ഗൗരവതരമായിട്ടുള്ള ഈ ആരോപണം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ ഉപധനാഭ്യർത്ഥനയെ എതിർത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.